17ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് നാളെ സമാപനം. പ്രത്യേകിച്ച് ഒരു തരംഗവും ദൃശ്യമാകാത്ത ഒരു തെരഞ്ഞെടുപ്പ് എന്നതുതന്നെയാണ് മുൻകാലങ്ങളേക്കാൾ ഇത്തവണത്തെ പ്രത്യേകത. കഴിഞ്ഞ 70 ദിവസത്തിലധികം നീണ്ട പ്രചാരണത്തിൽ ദേശീയ സംസ്ഥാന വിഷയങ്ങളൊക്കെ നിറഞ്ഞുനിന്നു. नरेंद्र मोदी राफेल के बारे में, भ्रष्टाचार के बारे में एक शब्द नहीं बोल सकता, क्योंकि जैसे ही नरेंद्र मोदी जी के मुंह से निकलता है जनता कहती है चौकीदार चोर है. കാവൽക്കാരൻ കള്ളനാണെന്ന തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യവുമായാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ സജീവമായത്. 2014 കേവലം 44 സീറ്റുകൾ മാത്രം നേടിയതിന്റെ ക്ഷീണം തീർക്കാൻ കോൺഗ്രസ് ഇത്തവണ നന്നേ പരിശ്രമിക്കുന്നതും കാണാൻ കഴിഞ്ഞു. റഫാൽ അഴിമതി, നോട്ട് നിരോധനം, തൊഴിലില്ലായ്മ, GST തുടങ്ങിയ വിഷയങ്ങളൊക്കെ കോൺഗ്രസ് അവതരിപ്പിച്ചെങ്കിലും റഫാലിൽ മാത്രം ഊന്നിയുള്ള ഒരു പ്രചാരണ തന്ത്രം തന്നെയായിരുന്നു രാഹുൽ അടക്കമുള്ളവരുടെ പ്രധാന ആയുധം. പ്രതിപക്ഷത്തെ അനൈക്യവും പരസ്പരമുള്ള പോരുമൊക്കെ ആദ്യഘട്ടത്തിൽ നേടിയ മേൽക്കൈ തുടരാൻ UPAക്ക് തടസ്സമായേക്കും. അതേസമയം ഭരണവിരുദ്ധ വികാരമില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും വർദ്ധിച്ച പുതുവോട്ടർമാരുടെ നിലപാടിൽ BJPക്കും ആശങ്കയുണ്ട്. 5 വർഷത്തെ വികസന നേട്ടങ്ങൾ പറയുന്നതിനേക്കാൾ ദേശസുരക്ഷയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പായി നടന്ന ബാലക്കൂട്ടാക്രമണവും തെരഞ്ഞെടുപ്പ് വേദിയിലെത്തിക്കാനാണ് NDA ശ്രമിച്ചത്. ഒരു ഘട്ടത്തിൽ ഈ വിഷയങ്ങൾക്കുമപ്പുറം മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ കടന്നാക്രമിച്ചായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം പലതും. भ्रष्टाचारी नंबर 1 के रूप में उनका जीवन काल समाप्त हो गया. 2014 പോലെ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ മുന്നണിക്കോ കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്ന പ്രതീക്ഷ ഇക്കുറി രാഷ്ട്രീയ പാർട്ടികൾക്കോ നിരീക്ഷകർക്കോ ഇല്ല. നാഷണൽ ഡെസ്ക്, ഷിഗ്യാന ന്യൂസ്.